Network News is brought to you in association with Gallericals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയാസ് കോളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പെരിങ്കളിയാട്ടം നടക്കുന്ന തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ കെട്ടിയാടുന്ന അപൂർവങ്ങളായ തെയ്യങ്ങളിൽ നിന്ന് അനുഗ്രഹം തേടി ദൂരദിക്കുകളിൽ നിന്ന് പോലും കഴകസന്നിധിയിൽ എത്തിച്ചേരുന്നത് പതിനായിരങ്ങൾ. വിവിധ നേരങ്ങളിലായി വ്യത്യസ്ത തെയ്യക്കോലങ്ങളാണ് അരങ്ങിലെത്തുന്നത്. എഴുത്ത് രസാനുഭൂതി പകരാനുള്ള ഒരു കലയല്ലെന്ന് പ്രശസ്ത സാഹിത്യകാരൻ അംബികാസുധൻ മാങ്ങാട്. കരുവള്ളൂർ AV സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ വായനായനം പരിപാടിയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരത്ത് നടത്തിവരുന്ന ആശാവർക്കർമാരുടെ അവകാശ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് INTUC-യുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തി. DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് അതിദാരിദ്ര്യമുക്ത ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല പ്രഖ്യാപനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. പെരിങ്കളിയാട്ടം നടക്കുന്ന തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ കെട്ടിയാടുന്ന അപൂർവങ്ങളായ തെയ്യങ്ങളിൽ നിന്ന് അനുഗ്രഹം തേടി ആയിരങ്ങളാണ് ദൂരദിക്കുകളിൽ നിന്ന് പോലും കഴകസന്നിധിയിൽ എത്തിച്ചേരുന്നത്. വിവിധ നേരങ്ങളിലായി വ്യത്യസ്ത തെയ്യക്കോലങ്ങളാണ് അരങ്ങിലെത്തുന്നത്. വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള കലവറ ഘോഷയാത്രകൾ പൂർത്തിയായതോടെ പെരുങ്കളിയാട്ടത്തിനെത്തുന്നവർക്കെല്ലാം അന്നദാനവും തുടങ്ങിയിരുന്നു. പുലർച്ചെ മുതൽ വിവിധ തെയ്യങ്ങളിൽ നിന്ന് അനുഗ്രഹം തേടി മഞ്ഞൾക്കുറി വാങ്ങാൻ നൂറുകണക്കിന് പേർ കാത്തിരിക്കുകയായിരുന്നു. തിങ്കളാഴ്ച രാവിലെ മുതൽ കടപ്പുറത്ത് ഭഗവതി, കാനക്കര ഭഗവതി, ഉച്ചോളിക്കടവത്ത് ഭഗവതി, ഗുളികൻ, വീരചാമുണ്ടി, കുണ്ടോർ ചാമുണ്ടിയും കൂടെയുള്ള തുരക്കാരത്തിയും, രക്തചാമുണ്ടി, പൂമാരുതൻ ദൈവം, വിഷ്ണുമൂർത്തി തുടങ്ങിയ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. ഉച്ചത്തോറ്റവും നടന്നു. രാത്രി പൂമാരുതൻ ദൈവം വെള്ളാട്ടം, വടക്കൻകോടി ദൈവം വെള്ളാട്ടം, അന്തിത്തോറ്റം എന്നിവയും അങ്കക്കുളങ്ങര ഭഗവതി, ഉച്ചോളിക്കടവത്ത് ഭഗവതി, രക്തചാമുണ്ടി, വിഷ്ണുമൂർത്തി തുടങ്ങിയ തെയ്യങ്ങളുടെ തോറ്റവും അരങ്ങിലെത്തും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. എഴുത്ത് രസാനുഭൂതി പകരാനുള്ള ഒരു കലയല്ലെന്ന് പ്രശസ്ത സാഹിത്യകാരൻ അംബികാസുധൻ മാങ്ങാട്. കരുവള്ളൂർ AV സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ വായനായനം പരിപാടിയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കരിവെള്ളൂർ തെക്കേ മണക്കാട്ട് AV സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ വായനായനം പരിപാടിക്ക് സമാപനമായി. സമാപന സമ്മേളനം പ്രശസ്ത സാഹിത്യകാരൻ അംബികാസുധൻ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു. എഴുത്ത് എന്ന കല രസാനുഭൂതി പകരാനുള്ള ഒന്നല്ലെന്നും അത് ഒരു സമരപ്രവർത്തനം തന്നെയാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അംബികാസുധൻ മാങ്ങാട് പറഞ്ഞു. എഴുത്ത് രസാനുഭൂതി പകരാനുള്ള ഒരു കാവ്യ കലയല്ല, അതൊരു സമര പ്രവർത്തനം തന്നെയാണ്. ആളുകളുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ. ചടങ്ങിൽ K രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു മുഖ്യാതിഥിയായി. NK കൃഷ്ണൻ ഉണ്ണിത്തിരി, കവിത MM എന്നിവരുടെ വീട്ടുമുറ്റത്താണ് പരിപാടി സംഘടിപ്പിച്ചത്. അംബികാസുധൻ മാങ്ങാടിന്റെ അല്ലോഹലൻ എന്ന പുസ്തകം അനൂപ് MV അവതരിപ്പിച്ചു. തുടർന്ന് എഴുത്തിന്റെ നാൾവഴികളെക്കുറിച്ച് ഗ്രന്ഥകാരൻ സംസാരിച്ചു. വായനായനത്തിൽ പുസ്തകപരിചയം നടത്തിയവർക്കുള്ള ആദരവും ചടങ്ങിൽ നടന്നു. സുരേഷ് മാസ്റ്റർ, രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നർത്തകി ശ്രുതി B ചന്ദ്രന്റെ മലയാള കവിത നൃത്താവിഷ്കാരവും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. അടുത്തിലയിലെ അനുറിയ അജീഷിന് ചിത്രകലയാണ് ലഹരി. ചുവർ ചിത്രകലയിൽ കഴിവ് തെളിയിച്ച അനുറിയ ദേശീയ അന്തർദേശീയ ബഹുമതികളും കരസ്ഥമാക്കിയിട്ടുണ്ട്.
നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് അടുത്തിലയിലാണ്. അടുത്തിലയിലെ കലാകാരി അനുറിയയുടെ വീട്ടിലാണുള്ളത്. അനുറിയയുടെ വിശേഷങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അനുറിയ, നമസ്കാരമുണ്ട്. നമസ്കാരം. എങ്ങനെയുണ്ട് നമ്മുടെ ചിത്രയാത്രയൊക്കെ, എങ്ങനെ പോകുന്നു? വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. ആദ്യമായിട്ട് ഞങ്ങൾ എപ്പോഴാണ് ഷൂട്ട് ചെയ്തത്? 6th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ഷൂട്ട് ചെയ്തത് അല്ലേ? ഇപ്പോൾ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാനിപ്പോ ഡിഗ്രി സെക്കൻഡ് ഇയർ ചെയ്തുകൊണ്ടിരിക്കുക. അനുറിയ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഫസ്റ്റ് നമ്പർ സ്കൂളിൽ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് അനുറിയയുടെ പ്രോഗ്രാം ഷൂട്ട് ചെയ്തത്. ഇന്നിവൾ നല്ല കേരളത്തിൽ തന്നെ അല്ലാതെ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന മ്യൂറൽ വരയുടെ കലാകാരിയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അനുറിയയുടെ ചിത്രങ്ങൾ നമുക്ക് കണ്ടുവരാം. അതിനുശേഷം അനുറിയയുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കണ്ടറിയാം. അപ്പോൾ അനുറിയ വരച്ച മനോഹരമായ ചുവർചിത്രങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. കൂടുതൽ വിശേഷങ്ങൾ അനുറിയോട് ചോദിക്കാം. അനു, നമസ്കാരമുണ്ട്. ഇപ്പോഴെന്താണ് മോള് ചെയ്യുന്നത്? ഞാൻ ആലപ്പുഴ രാജ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ സെക്കൻഡ് ഇയർ സ്റ്റുഡന്റ് ആണ്. ചിത്രകലയിൽ തന്നെ തുടരാൻ വേണ്ടി സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട് അല്ലേ? എന്തൊക്കെ ചിത്രങ്ങളാണ് മോള് ഇതുവരെ വരച്ചിട്ടുള്ളത് എന്ന് പറയാമോ? ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത് മ്യൂറൽ പെയിന്റിങ്സ് തന്നെയാണ്. ഒരു 8th സ്റ്റാൻഡേർഡ് തൊട്ടാണ് ഞാൻ മ്യൂറൽ പെയിന്റിങ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് ഒരു 10th സ്റ്റാൻഡേർഡ് വരെയാണ് ഞാൻ മ്യൂറൽ പെയിന്റിങ് അഭ്യസിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം +2 കഴിഞ്ഞിട്ട് ഇപ്പം ഈ ഒരു ഫീൽഡിലേക്ക്, അതായത് വരേൻ്റെ തന്നെ ഫീൽഡ് രാജ രവിവർമ്മ കോളേജിലേക്കും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ അപ്ലൈഡ് ആർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഡിപ്പാർട്ട്മെന്റാണ്. എന്തൊക്കെ ചിത്രങ്ങളാണ് ഇതുവരെ വരച്ചിട്ടുള്ളത്? പ്രധാനമായിട്ട് മ്യൂറൽ പെയിന്റിൽ തന്നെ വ്യത്യസ്തമായ ചിത്രങ്ങളുണ്ടല്ലോ. ഏതൊക്കെ ചിത്രങ്ങളാണ് ഇതുവരെ വരച്ചിട്ടുള്ളത്? ഇവിടെ ഇപ്പം കാണാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ ഇത് ലാസ്റ്റ് സപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ക്രൈസ്റ്റിന്റെ ചിത്രം, അതായത് ഡാവിഞ്ചി വരച്ചിട്ടുള്ള ചിത്രം മ്യൂറൽ പെയിന്റിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അനന്തശയനം ബുദ്ധന്റെ. അപ്പോൾ ഈ ചിത്രം എത്ര ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്? 1 മാസം എടുത്തു ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. 1 മാസം കൊണ്ടാണ് ഈ ചിത്രം പൂർത്തിയാക്കിയിട്ടുള്ളത്. എങ്ങനെയാണ് ഇതിന്റെ അളവും കാര്യങ്ങളൊക്കെ? 64 സ്ക്വയർ ഫീറ്റ് ആണ്. 64 സ്ക്വയർ ഫീറ്റ് ആണ് ഇതിന്റെ മെഷർമെന്റ് വരുന്നത്. വലിപ്പം കാരണം തന്നെയാണ് ഇത്രയും ദിവസം എടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹെയർസിലായാലും അത് കാരണം തന്നെ 1 മാസം എടുത്തു കംപ്ലീറ്റ് ചെയ്യാൻ. വളരെ മനോഹരമായിട്ടുണ്ട്. ഈ ചിത്രത്തിന് ഏതോ അവാർഡും മറ്റും കിട്ടിയിട്ടുണ്ട്. ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡ്സിലും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും അതേപോലെ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ തന്നെ ഗ്രാൻഡ് മാസ്റ്റർ ടൈറ്റിലും ഈ ഒരു ചിത്രത്തിന് കിട്ടിയിട്ടുണ്ട്. 2021 അത്. എന്തായാലും ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഇന്റർനാഷണൽ തലത്തിലൊക്കെ നിരവധി പുരസ്കാരങ്ങളാണ് നമ്മുടെ അനുറിയ നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ വ്യത്യസ്തമായ മ്യൂറൽ പെയിന്റുകൾ അനുറിയ വരച്ചിട്ടുണ്ട് അല്ലേ? ഈ അനന്തശയനം അത് മോളുടെ ചിത്രത്തിലെ ഏറ്റവും വളരെ നല്ലൊരു കളക്ഷനാണ്. എങ്ങനെയാണ്, എത്ര അടി വലുപ്പം ഉണ്ടാവും, എങ്ങനെയാണ് അതിന്റെ വര? എങ്ങനെയായിരുന്നു ഇത്? ഞാൻ ശരിക്കും ചെയ്യുന്നത് 9th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന സമയത്താണ്. ഇതിൽ 2020 10ാം മാസം. അത്രയും ഒരു കാലപ്പഴക്കം ഉണ്ട് ഈ ഒരു ചിത്രത്തിന്. പക്ഷെ ഞാൻ ചെയ്തതിൽ വെച്ച് എനിക്ക് തന്നെ ഇപ്പോഴും കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നുന്ന ഒരു ചിത്രമായിരുന്നു. അതായത് വ്യത്യസ്തമായ ഒരു ഭാവമാണല്ലേ ഈ ചിത്രത്തിനുള്ളത് മറ്റു ചിത്രങ്ങളെ അപേക്ഷിച്ചിട്ട്? ഒരു ചിത്രവും കോപ്പി ചെയ്യാറില്ല. എന്റേതായിട്ടുള്ള എന്തെങ്കിലും ഒരു ഐക്കണിക് ആയിട്ടുള്ള യൂണീക്ക് ആയിട്ടുള്ള ഒരു സംഭവം വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ള ഒരു ചിത്രത്തിൽ ഒന്നാണിത്. 36 സ്ക്വയർ ഫീറ്റ് ആണ് ഇതിന്റെ മെഷർമെന്റ് വരുന്നത്. പിന്നെ മ്യൂറൽ പെയിന്റിംഗ് ആണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കളർ ആയാലും ഈ ഒരു വലിയ ചിത്രത്തിലായാലും 4 കളേഴ്സ് മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. എന്തൊക്കെയായിരുന്നു അത്? ഈ ഒരു ബ്ലൂ ഷെയ്ഡ്, പിന്നെ ഗ്രീൻ, റെഡ്, അതേപോലെ യെല്ലോ. പിന്നെ ലൈൻസ് ഇടാൻ വേണ്ടിയിട്ട് ഏറ്റവും ലാസ്റ്റ് ലൈൻസ് ഇടാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അനുവിനെ ഏറ്റവും നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന അവരുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ്. അവരുടെ അച്ഛനും അമ്മയും അനുജനും നമ്മോടൊപ്പം ചേരുകയാണ്. നമസ്കാരം സാർ.
പേരെന്താ? പേര് അജീഷ് ജയൻ. അജീഷ്, എന്താണ് ജോലി ചെയ്യുന്നത്? എന്താണ്? ഞാൻ പോലീസിലാണ്, കണ്ണൂർ റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ചിൽ ജോലി ചെയ്യുന്നത്. അതുപോലെ തന്നെ വൈഫിൻ്റെ? വൈഫ് വീട്ടമ്മയാണ്. പേര് സുനിത. പിന്നെ മകൻ അഭിജോയൽ, മടായി ബോയ്സ് ഹൈസ്കൂളിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. മകള് പിന്നെ ഇപ്പോൾ ആലപ്പുഴ ഗവൺമെൻറ് ഫൈനാൻസ് സ്കൂളിൽ പഠിക്കുന്നു. അത് പറഞ്ഞല്ലോ. അപ്പോൾ എങ്ങനെയാണ്, ഒരു പക്ഷേങ്കിലും മകള് പഠനത്തിന് വളരെ മിടുക്കിയായിരുന്നു അല്ലേ? 10ാം ക്ലാസ്സിൽ മുഴുവൻ A+ നേടിയിട്ടും എന്തുകൊണ്ടാണ് ചിത്രകലയിലേക്ക് വിട്ടത്? എങ്ങനെയാണ് അത്? ഓരോ രക്ഷിതാക്കളും അവരെ മക്കളെ അവരെ താല്പര്യത്തിനെതിരായുള്ള കാര്യങ്ങളാണ് അയക്കുന്നത്. പക്ഷെ ഞാൻ അവൾ ഈ പിന്നെ SLCക്കും അവൾ തന്നെ +2നും മികച്ച മാർക്കോടെ അവൾ പാസ്സായി. എന്നിരുന്നാലും പിന്നെ അവളെ താല്പര്യം ചിത്രത്തോടാണ്. അപ്പോൾ ആ ഫീൽഡിലേക്ക് തന്നെ ഞാൻ അവളെ ഇഷ്ടം പോലെ ഞാൻ വിടുകയാണ് ചെയ്തത്. ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ അത് മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം, ഈ പുതിയ കാലഘട്ടത്തിൽ നിങ്ങൾ കുട്ടികളെ വളർത്തിയത് അവൾ ചിത്രകലയുടെ ലോകത്ത് തന്നെ അവൾ വളർന്നു വന്നിട്ടുണ്ട്. നമുക്കറിയാം, ഒരു ലഹരിയുടെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഒരു രക്ഷിതാവ്, പ്രത്യേകിച്ചൊരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എന്താണ് പറയാനുള്ളത് നമ്മുടെ സമൂഹത്തോട്? നമ്മുടെ ഇന്നത്തെ ആ ചെറിയ സ്കൂൾ കുട്ടികളും അതുപോലെ തന്നെ കോളേജിലെ കുട്ടികളൊക്കെ ഒരു ലഹരീൻ്റെ ഒരു പിടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അനുവിനെ സംബന്ധിച്ചോളം ഒരു ചിത്രം അവൾ ലഹരിയായി മാറിയപ്പോൾ തന്നെ നമ്മുടെ ഈ വരുന്ന തലമുറയും അതുപോലെ തന്നെ നല്ല ഒരു കുടുംബത്തിനും സമൂഹത്തിനും മാതൃകളായി ഈ ലഹരി വിമുക്തമായ ഒരു സമൂഹത്തിൽ ചേർന്നിട്ട് ഒരു മികച്ച ഒരു തലമുറയായി മാറണം എന്നൊരാഗ്രഹമുണ്ട്. എന്തായാലും അനുറയുടെ ചിത്രങ്ങൾ ഏവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് അനുറയുടെ ചിത്രങ്ങൾ. അനുറയ്ക്ക് ചിത്രങ്ങളോട് തന്നെയാണ് ലഹരി, ചിത്രങ്ങളോട് തന്നെയാണ് അവൾ കൂട്ടുകൂടുന്നതും. അനുറയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ക്യാമറമാൻ പ്രണവ് ഗുരുവാമ്പിയോടൊപ്പം നികേഷ് താവും, നെറ്റ്വർക്ക് ന്യൂസ്. തിരുവനന്തപുരത്ത് നടത്തിവരുന്ന ആശാവർക്കർമാരുടെ അവകാശ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് INTUC-യുടെ നേതൃത്വത്തിൽ ധർണാ സമരം നടത്തി. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന സമരം DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അർപ്പണ മനോഭാവത്തോടെ ദിവസം 10 മണിക്കൂറിലധികം വീടുകൾ കയറിയിറങ്ങി സേവനം ചെയ്യുന്ന താഴെത്തട്ടിലുള്ള ആശാവർക്കർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾക്കായി തിരുവനന്തപുരത്ത് നടക്കുന്ന അവരുടെ സമരത്തിനെതിരെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന സർക്കാർ തൊഴിലാളികളെ അവഗണിക്കുകയും വഞ്ചിക്കുകയുമാണ് ചെയ്യുന്നതെന്ന് കാസർഗോഡ് DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ ആരോപിച്ചു. ആശാവർക്കർമാർക്ക് ഒരു ദിവസം 24 മണിക്കൂറും പണിയെടുത്താൽ തീരാത്തത്ര പദ്ധതികളാണ് ആശാവർക്കർമാരുടെ ചുമതലയിലുള്ളത്. അതുകൊണ്ട് ആശാവർക്കർമാർ പറയുന്നു, നമ്മളെ തൊഴിലാളികളാക്കി പരിഗണിക്കുക. കാരണം ഒരു ജീവിതത്തിൻ്റെ യൗവനകാലം പൂർണ്ണമായിട്ടും സമൂഹത്തിന് വേണ്ടിയിട്ടും സന്നദ്ധ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടും സമൂഹത്തിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഇടപെടാനും വേണ്ടി നമ്മുടെ ജീവിതം മുന്നിൽ വെച്ചിരിക്കുകയാണ്. ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് INTUC മണ്ഡലം കമ്മിറ്റി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. INTUC മണ്ഡലം പ്രസിഡന്റ് അജിത് തെക്കീൽ അധ്യക്ഷത വഹിച്ചു. തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KV വിജയൻ, UDF നിയോജക മണ്ഡലം ചെയർമാൻ P കുഞ്ഞിക്കണ്ണൻ, ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി C രവി, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് M രജീഷ് ബാബു, K പത്മനാഭൻ, N സൈതലവി, C ഇബ്രാഹിം, PV ദാമോദരൻ, T രാമൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് അതിദാരിദ്ര്യമുക്ത ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല പ്രഖ്യാപനം നിർവഹിച്ചു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിനെ അതിദാരിദ്ര്യമുക്ത ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിച്ചു. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല പ്രഖ്യാപനം നിർവഹിച്ചു. ഈ അതിദാരിദ്ര്യ ലിസ്റ്റിൽപ്പെട്ടവർക്ക് എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ളതിൻ്റെ മൈക്രോ പ്ലാൻ തയ്യാറാക്കി ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലൂടെ അതവർക്ക് ലഭ്യമാക്കിയിട്ടാണ് എല്ലാവർക്കും അത് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് നവംബർ 1 പ്രഖ്യാപിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്.
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ശശീന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ശോഭ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എ ശ്രീധരൻ മാസ്റ്റർ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഉല്ലാസൻ എം തുടങ്ങിയവർ സംസാരിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി സതീശൻ പുളുക്കു റിപ്പോർട്ട് അവതരിപ്പിച്ചു. വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ രായപ്പൻ സ്റ്റാൻലിൽ നന്ദി പ്രകാശിപ്പിച്ചു. തുടർന്ന് ലൈഫ് ഗുണഭോക്താക്കളുടെ സംഗമത്തിൽ വെച്ച് വിവിധ ഘട്ടങ്ങളിലായി ഭവന നിർമ്മാണം പൂർത്തീകരിച്ച കുടുംബാംഗങ്ങളിൽ 50 വയസ്സിനു താഴെയുള്ളവരിൽ SSLC +2 യോഗ്യതയുള്ളവരിൽ തൊഴിലില്ലാത്തവർക്ക് നടപ്പിലാക്കുന്ന തൊഴിൽദായക പദ്ധതിയായ ജീവനം പദ്ധതിയെക്കുറിച്ച് കമ്മ്യൂണിറ്റി അംബാസിഡർ എം സീമ ക്ലാസ് എടുത്തു. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികൾ, ആസൂത്രണ സമിതി അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താക്കൾ, അതിദാരിദ്ര്യ പദ്ധതി ഗുണഭോക്താക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. വർത്തമാനകാലത്തെ പല സിനിമകളും ആഘോഷം പോലെയായി പോവുകയാണെന്നും വയലൻസും ചോരക്കളിയുമൊക്കെ പുതിയ തലമുറയെ വഴിതെറ്റിക്കുന്നുവെന്നും പ്രശസ്ത സാഹിത്യകാരൻ അംബികാസുധൻ മാങ്ങാട് കരിവള്ളൂരിൽ നെറ്റ്വർക്ക് ചാനലുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതെ, അത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ആവേശം പോലുള്ള, മാർക്കോ പോലുള്ള സിനിമകൾ കണ്ടിട്ടില്ല. നല്ല സിനിമകളാണെന്ന് കേട്ട് കഴിഞ്ഞാൽ ഞാൻ പോയി കാണാറുണ്ട്. ഈ വയലൻസും ചോര ഒഴുകുന്നതും ഒന്നും എനിക്കിഷ്ടമുള്ള കാര്യമല്ല. ഞാനത് ഒഴിവാക്കുകയാണ് ചെയ്യുക. കാരണം അങ്ങനെ വയലൻസ് ഉണ്ടാക്കിയിട്ട്, അക്രമങ്ങൾ ഉണ്ടാക്കിയിട്ട്, മദ്യപാന സദസ്സുകൾ സംഘടിപ്പിച്ചിട്ട് പുതിയ തലമുറയെ മുഴുവൻ അതൊരു ആഘോഷമാക്കുകയാണ്. ഒരു കഥാപാത്രത്തിന് വേണ്ടിയിട്ടല്ല, ഒരു ആഘോഷം പോലെ ഇങ്ങനെ ബാറും ഇതൊക്കെ കാണിച്ചിട്ട് അതിൻ്റെ കൂടെ ഡാൻസും, ചെറുപ്പക്കാർ തുണി ഉടുത്തിട്ടും ഉടുക്കാതെയും ഒക്കെ ഡാൻസ് കളിച്ചിട്ട് ഇങ്ങനെ ആഘോഷം നടത്തുമ്പോൾ കുട്ടികൾ വഴിതെറ്റുന്നേ. അത്തരം സിനിമകളൊന്നും നമുക്ക് ആവശ്യമില്ല. പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി റിട്ടയർഡ് സിവിൽ സർജനായിരുന്ന കാറമേലിലെ ഡോക്ടർ എം മുരളീധരൻ നിര്യാതനായി. പയ്യന്നൂരിൽ നടന്ന പൊതുദർശനത്തിൽ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ റിട്ടയർഡ് സിവിൽ സർജനായിരുന്ന കാറമേലിലെ ഡോക്ടർ എം മുരളീധരൻ നിര്യാതനായി. പരേതരായ KV കൃഷ്ണന്റെയും മാവില മാധവിയുടെയും മകനാണ്. പയ്യന്നൂരിൽ നടന്ന പൊതുദർശനത്തിൽ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. പയ്യന്നൂർ അനാമയ ഹോസ്പിറ്റലിൽ തിങ്കളാഴ്ച രാവിലെ പൊതുദർശനം നടന്നു. മെഡിക്കൽ വിഭാഗം തലവൻ ഡോക്ടർ എം ഹരിദാസ്, ഡോക്ടർ വിശ്വൻ, ഡോക്ടർ സജീവൻ, ഡോക്ടർ രഞ്ജിത്ത്, ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. തുടർന്ന് അനുശോചന യോഗം ചേർന്നു. തുടർന്ന് ഭൗതിക ശരീരം പൊതുദർശനത്തിനായി ഡോക്ടർ മുരളീധരൻ ക്ലിനിക്ക് നടത്തിയ ചീമേനിയിലേക്ക് കൊണ്ടുപോയി. കാറമേലിലെ വീട്ടിൽ നടന്ന പൊതുദർശനത്തിൽ പയ്യന്നൂരിലെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലകളിലെ നിരവധി പേർ അന്ത്യോപചാരം അർപ്പിച്ചു. പയ്യന്നൂരിലെ ജനകീയ ഡോക്ടറായിരുന്ന ഡോക്ടർ മുരളീധരൻ റിട്ടയർമെന്റിനു ശേഷവും ചികിത്സാരംഗത്ത് സജീവമായിരുന്നു. ഭാര്യ ദീപ, മക്കൾ ഡോക്ടർ വൃന്ദ, ഡോക്ടർ സാന്ദ്ര. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അന്ധവിശ്വാസ നിർമ്മാർജ്ജന വിരുദ്ധ നിയമം നടപ്പിലാക്കുക എന്ന ആവശ്യമുയർത്തി കുണ്ടേങ്കോവൽ വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു. വത്സല ചെറുകുന്നത്ത് ഉദ്ഘാടനം ചെയ്തു. അന്ധവിശ്വാസ നിർമ്മാർജ്ജന വിരുദ്ധ നിയമം നടപ്പിലാക്കുക എന്ന ആവശ്യമുയർത്തി കുണ്ടേങ്കോവൽ താഴേക്കുറുന്ത് വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു. താഴേക്കുറുന്ത് കലാകായിക വേദി ഹാളിൽ നടന്ന പ്രഭാഷണ പരിപാടി വത്സല ചെറുകുന്നത്ത് ഉദ്ഘാടനം ചെയ്തു. ഈ ആണാധിപത്യ സമൂഹത്തിൽ ആണിന് താഴെയായിരിക്കണം പെണ്ണ് എന്ന ഒരു വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാട് പണ്ട് മുതലേ ഉണ്ടായിരുന്നു. ആ ഒരു ജീവിത രീതി, ആ ഒരു അടിസ്ഥാനപരമായി കാണുന്ന കാഴ്ചപ്പാടിന്റെ രീതിയിലാണ് സമൂഹം മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അച്ഛനമ്മമാർ നമ്മളോട് പറഞ്ഞെന്താണ്, നീ പെണ്ണാണ്, നീ അങ്ങോട്ട് പോകരുത്. സുശീല ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ശ്രീലത KV, രമ്യ C, RK ഗോവിന്ദൻകുട്ടി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. CPIM പെരളം സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പദയാത്രയും ബഹുജന സംഗമവും സംഘടിപ്പിച്ചു. മുൻ MLA C കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു.
CPIM പെരളം സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വേണ്ട ലഹരിയും ഹിംസയും എന്ന മുദ്രാവാക്യമുയർത്തി പദയാത്രയും ബഹുജന സംഗമവും സംഘടിപ്പിച്ചു. മുൻ MLA C. കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പെരളം സെൻട്രലിൽ നിന്നും ആരംഭിച്ച പദയാത്ര കൊഴുമലിൽ സമാപിച്ചു. C. ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. M. രാഘവൻ, രമേശൻ, രാജീവൻ കൊഴുമൽ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു വിതരണോദ്ഘാടനം നിർവഹിച്ചു. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. 2024-25 വാർഷിക പദ്ധതിയിലാണ് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് T. ഗോപാലൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ, K. ശൈലജ തുടങ്ങിയവർ സംസാരിച്ചു. നിർവഹണ ഉദ്യോഗസ്ഥ സുജാത പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. സ്റ്റുഡന്റ് ഇനീഷ്യേറ്റീവ് ഇൻ പാലിയേറ്റീവ് കെയർ പ്രോഗ്രാമിന്റെ ഭാഗമായി ത്രിദിന പാലിയേറ്റീവ് കെയർ വളണ്ടിയർ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. പയ്യന്നൂർ കോളേജ് സെമിനാർ ഹാളിൽ നടന്ന ക്യാമ്പ് പയ്യന്നൂർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ VM സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി, നാഷണൽ ഹെൽത്ത് മിഷൻ കണ്ണൂർ, പയ്യന്നൂർ കോളേജ് NSS യൂണിറ്റ് 11, ഡിപ്പാർട്ട്മെന്റ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സ്റ്റുഡൻസ് ഇനീഷ്യേറ്റീവ് ഇൻ പാലിയേറ്റീവ് കെയർ പ്രോഗ്രാമിന്റെ ഭാഗമായി ത്രിദിന പാലിയേറ്റീവ് കെയർ വളണ്ടിയർ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. പയ്യന്നൂർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ VM സന്തോഷ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂരിലെ പാലിയേറ്റീവ് കെയർ രംഗത്ത് കേരളത്തിലെ പാലിയേറ്റീവ് കെയർ പ്രസ്ഥാനത്തിന് തന്നെ വലിയ മുതൽക്കൂട്ടായിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് നാഷണൽ ഹെൽത്ത് മിഷൻ. ഒരു സർക്കാർ സംരംഭമാണ്, നിങ്ങൾക്കറിയാം. പയ്യന്നൂർ കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ഇതിനൊരു അക്കാഡമിക് പ്രോഗ്രാമാക്കി മാറ്റുന്നതിന് ഒരു അക്കാഡമിക് സ്വഭാവം വിളിച്ചോതുന്ന ഒരു പാർട്ടിസിപ്പേഷനാണ് അവരുടേത്. പയ്യന്നൂർ കോളേജിലെ NSS യൂണിറ്റ് 11 ആ കുട്ടികളാണ് ഇതിൻ്റെ ഭാഗമാകേണ്ട. ആ കുട്ടികൾക്കാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. ആ കുട്ടികളിലൂടെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന മാറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ഈ 4 ഓർഗനൈസേഷൻസ് ചേർന്നിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഡോക്ടർ VC രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ അജിത് കുമാർ P, ഡോക്ടർ മഞ്ജു R നാഥ്, ER മഹേഷ്, KKS പൊതുവാൾ, TP മുഹമ്മദ് കുഞ്ഞി, MP പത്മനാഭൻ, AK മനോജ്, പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി എക്സിക്യൂട്ടീവ് മെമ്പർ KV ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. വളണ്ടിയർ പരിശീലനം 1ാം ദിവസത്തിൽ പാലിയേറ്റീവ് കെയർ ആമുഖം, പാലിയേറ്റീവ് കെയറിൽ വിദ്യാർത്ഥികളുടെ പങ്ക് എന്ന വിഷയത്തിൽ NHM ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ AK സനോജ് വിഷയാവതരണം നടത്തി. കരിവെള്ളൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ പാലിയേറ്റീവ് കെയർ സ്റ്റാഫ് നഴ്സ് രേഷ്മ K ഹോം കെയർ അടിസ്ഥാന നഴ്സിംഗ് പരിചരണം എന്ന വിഷയത്തിൽ ക്ലാസ് അവതരിപ്പിച്ചു. അബിൻ പ്രകാശ് C നന്ദി പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പ്ലാത്തറ കോഓപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ 2024-25 വർഷത്തിൽ കണ്ണൂർ സർവകലാശാല തലത്തിൽ വിവിധ കലാകായിക മത്സരങ്ങൾ വിജയികളായവർക്കുള്ള അനുമോദന പരിപാടി സംഘടിപ്പിച്ചു. പ്രശസ്ത മാധ്യമപ്രവർത്തകൻ MV നികേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പിലാത്തറ കോഓപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ 2024-25 വർഷത്തിൽ കണ്ണൂർ സർവകലാശാല തലത്തിൽ വിവിധ കലാകായിക മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള അനുമോദന പരിപാടി സംഘടിപ്പിച്ചു. MV നികേഷ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വാപ്പലിശ്ശേരി വെസ്റ്റ് LP സ്കൂള്, വാപ്പലിശ്ശേരി വെസ്റ്റ് UP സ്കൂള്, വാപ്പലിശ്ശേരി പഞ്ചായത്ത് ഹൈസ്കൂള്, അതിന് ശേഷം പ്രീ ഡിഗ്രിക്ക് പയ്യന്നൂർ കോളേജ് ആയിരുന്നു എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസ കാലം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് എൻ്റെ പിതാവ് മന്ത്രിയായതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് പഠിക്കാൻ കഴിഞ്ഞത്. തുടർന്ന് എൻ്റെ പഠനത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഏഷ്യാനെറ്റിൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ ദൃശ്യമാധ്യമ പ്രവർത്തകനാകാനും സാധിച്ചു. ഭരണസമിതി ചെയർമാൻ IV ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KM പ്രസീദ്, R ഉണ്ണിമാധവൻ, TV ഉണ്ണികൃഷ്ണൻ, ശ്രീലത KV, VV പ്രീത, സ്മിത KC, പ്രജിത്ത് K എന്നിവർ സംസാരിച്ചു. P നാരായണൻകുട്ടി സ്വാഗതവും P സുഹാസിനി നന്ദിയും പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. രാസലഹരി ഉൾപ്പെടെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും വിതരണ ശൃംഖലയും നാടെങ്ങും വിപുലപ്പെടുന്ന കാലത്ത് ലഹരി ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് പടന്ന എടച്ചാക്കൈ ബദർ മസ്ജിദ് പരിപാലന കമ്മിറ്റി. ഹോസ്ദുർഗ് റേഞ്ച് എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ KP അബ്ദുൽ സലാം ക്ലാസ് എടുത്തു.
മസ്ജിദ് പരിധിയിലുള്ള കുടുംബനാഥന്മാരും വീട്ടമ്മമാരും യുവതീ യുവാക്കളും വിദ്യാർത്ഥികളും ഉൾപ്പെടുന്ന പ്രദേശത്തുള്ള മഹൽ നിവാസികളെ ഒരുമിച്ച് ചേർത്താണ് ബോധവൽക്കരണ പരിപാടി നടത്തിയത്. യുവാക്കളൊക്കെ ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനെതിരെ ശക്തമായിട്ട് നമ്മൾ നേരിട്ട് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒന്നും സംഭവിക്കില്ല, ഒന്നും ഉണ്ടാകില്ല, ഒരാൾ പോലും വരില്ല. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പെൺകുട്ടികളെ രക്ഷിതാക്കൾ ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ്. ഏറ്റവും കൂടുതൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഏറ്റവും കൂടുതൽ ക്രൈമുകൾ രജിസ്റ്റർ ചെയ്തത് രാത്രികാല ഫുട്ബോൾ വന്നതിന് ശേഷമാണ്. ലഹരി ഉപയോഗിക്കാനും ലഹരി വിൽപ്പന ചെയ്യുവാനും വേണ്ടിയിട്ട് നല്ല സമയമാണ്. നമ്മുടെ വീട്ടിൽ പറയും, രക്ഷിതാക്കളോട് പറയും, ഉമ്മമാരോട് പറയും, എനിക്ക് കളിയുണ്ട്. പള്ളി പരിസരത്ത് സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് ചന്തേര പോലീസ് ഇൻസ്പെക്ടർ കെ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. വി കെ ഹനീഫ ഹാജി അധ്യക്ഷത വഹിച്ചു. ഹോസ്ദുർഗ് റേഞ്ച് എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ കെ പി അബ്ദുൾ സലാം, ഇസ്മയിൽ സഅദി, കെ എം കെ മുഹമ്മദ് കുഞ്ഞി, എൻ ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു. തുടർ പ്രവർത്തനങ്ങൾക്ക് പ്രദേശം കേന്ദ്രീകരിച്ച് പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എന്നിവർ രക്ഷാധികാരികളായി ജാഗ്രതാ സമിതിക്ക് രൂപം നൽകി. വി കെ ഹനീഫ ഹാജി ചെയർമാനും ഇസ്മയിൽ സഅദി വൈസ് ചെയർമാനും, യു ഷെരീഫ് ജനറൽ കൺവീനറും, എൻ ഇബ്രാഹിം, കെ പി സി സുഹൈർ, ടി കെ നാസർ എന്നിവർ ജോയിന്റ് കൺവീനർമാരുമായാണ് 20-അംഗ ജാഗ്രതാ സമിതി രൂപീകരിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കഥകളി ആചാര്യനും ഉത്തര കേരളത്തിന്റെ തനത് ശൈലിയായ കല്ലടിക്കോടൻ സമ്പ്രദായത്തിന്റെ പ്രധാന ഗുരുവുമായിരുന്ന ഗുരു ചന്തുപണിക്കരുടെ 150-ാം ജന്മവാർഷികാഘോഷത്തിന് കുഞ്ഞിമംഗലത്ത് തുടക്കം കുറിച്ചു. പുഷ്പാർച്ചനയോടെയാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത്. കഥകളി ആചാര്യനും ഉത്തര കേരളത്തിന്റെ തനത് ശൈലിയായ കല്ലടിക്കോടൻ സമ്പ്രദായത്തിന്റെ പ്രധാന ഗുരുവുമായിരുന്ന ഗുരു ചന്തുപണിക്കരുടെ 150-ാം ജന്മവാർഷികാഘോഷത്തിന് കുഞ്ഞിമംഗലത്ത് തുടക്കം കുറിച്ചു. കുഞ്ഞിമംഗലത്തുള്ള സമാധിയിൽ പുഷ്പാർച്ചനയോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. കഥകളി കലാകാരന്മാരും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രവർത്തകരും ബന്ധുക്കളും ചേർന്ന് ജന്മവാർഷിക പരിപാടിക്ക് നേതൃത്വം നൽകി. കെ പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. അദ്ദേഹം കുറെ കാലമായി താമസിക്കുകയും ഭാര്യ വീടാവുകയും ചെയ്തത് എൻ്റെ തറവാട് വല്ലാർകുളങ്ങര തറവാടുമായിട്ടുള്ളൊരു ബന്ധം ഇതിൻ്റെ തൊട്ടിപ്പുറത്ത്. ചന്തുപണിക്കറും ഞാനും ഒരുപക്ഷെ ചന്തുപണിക്കറുമായിട്ടുള്ളൊരു ഒരു ഒരു ഈ പറയുന്ന കൃഷ്ണേട്ടൻ പറഞ്ഞതുപോലെ ഒരു മടിയിലിരുന്നൊരു ബന്ധം എനിക്ക് അദ്ദേഹത്തുമായിട്ടുണ്ട്. ഇവിടെ തെയ്യത്തിന് എൻ്റെ അമ്മയുടെ അമ്മ എന്നെ തെയ്യത്തിന് കൂട്ടിക്കൊണ്ടുവന്നിട്ട്, അപ്പം ചന്തുപണിക്കരെ കാണാൻ അമ്മയുടെ അമ്മക്കൊക്കെ വലിയ താല്പര്യമാണ്. ഒരുപക്ഷെ അവർക്ക് ഈ താഴെക്കാട്ട് മനയായിട്ടുള്ളൊരു ബന്ധം. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം വി ദീപു, കഥകളി ആചാര്യൻ ഗുരു ടി ടി കൃഷ്ണൻ, ഫോക്ലാൻഡ് ചെയർമാൻ ഡോക്ടർ വി ജയരാജൻ, ഇ പി ബാലകൃഷ്ണൻ, ഡോക്ടർ ഗണേഷ് മല്ലർ, അനിൽ പുത്തലത്ത്, കലാമണ്ഡലം ആദിത്യൻ, മനോജ് കമ്മത്ത്, ഉണ്ണികൃഷ്ണൻ, ജഗദീഷ് ജനാർദ്ദനൻ, ദിവ്യ ജഗദീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മേലതിയടം വായനശാല ഗ്രന്ഥാലയം വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചു. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ജോയിന്റ് സെക്രട്ടറി വി കെ പ്രകാശിനി ഉദ്ഘാടനം ചെയ്തു. മേലതിയടം വായനശാല ഗ്രന്ഥാലയം വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനാഘോഷം നടന്നു. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ജോയിന്റ് സെക്രട്ടറി വി കെ പ്രകാശിനി ഉദ്ഘാടനം ചെയ്തു. മേലതിയടം വനിതാവേദി പ്രസിഡന്റ് എ കോമളം അധ്യക്ഷത വഹിച്ചു. എം പുഷ്പലത സ്വാഗതം ആശംസിച്ചു. തുടർന്ന് ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ബോധവൽക്കരണ നാടകം ശുചിത്വം മഹത്വം അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ തായ്നേരി തുളുവന്നൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ശ്രീമദ് നാരായണീയ സപ്താഹയജ്ഞം സമാപിച്ചു. ബ്രഹ്മശ്രീ തോട്ടം ശ്യാം നമ്പൂതിരിയായിരുന്നു യജ്ഞാചാര്യൻ. തുളുവന്നൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടന്നുവന്ന ശ്രീമന്ന നാരായണീയ സപ്താഹയജ്ഞം സമാപിച്ചു. ബ്രഹ്മശ്രീ തോട്ടം ശ്യാം നമ്പൂതിരിയായിരുന്നു യജ്ഞാചാര്യൻ. തുടർന്ന് അദ്ദേഹത്തിന്റെ മുൻഭാഗത്ത് എത്രമാത്രം സുന്ദരമായി നെറ്റി അതിൽ ഏറെയും കുറഞ്ഞു കിടക്കുന്ന എത്രയെത്ര കുരുകുന്തളങ്ങളോ മെപ്പത്തൂരാണ് ഈ ശ്രീഗുരുവായൂരപ്പന്റെ മുഖത്ത് ചില കുന്തളങ്ങളെ താഴ്ന്നുകൊണ്ട് ചിലത് പൊന്തിക്കൊണ്ട് എങ്ങനെയാണ് ഉണ്ടായത് എന്ന് പറഞ്ഞത്. അതാണ് തോട്ടം ഹരികൃഷ്ണൻ നമ്പൂതിരി പൂജ നടത്തി. സമാപന ദിവസം 24 ഗുരുനാഥന്മാർ, തത്വജ്ഞാനോൽപ്പത്തി, ഹംസാവതാരം, ധ്യാനയോഗം, വിഭൂതി പ്രകരണം, മാർക്കണ്ഡേയ ചരിതം, നിഷ്കള ബ്രഹ്മോപാസന, അഗ്രേപശ്യാമി എന്നിവയും തുടർന്ന് 1 മണിയോടെ സമർപ്പണവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി നടന്ന ഹരിത വിദ്യാലയം ഗ്രേഡിംഗിൽ ജില്ലയിൽ ഒന്നാമതെത്തി കൊടുമൽ LP സ്കൂൾ. അവാർഡ് അധ്യാപകരും PTA ഭാരവാഹികളും ഏറ്റുവാങ്ങി.
മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി നടന്ന ഹരിത വിദ്യാലയം ഗ്രേഡിംഗിൽ പയ്യന്നൂർ ബ്ലോക്കിൽ നിന്നും 2 വിദ്യാലയങ്ങൾക്ക് പുരസ്കാരം. പഞ്ചായത്ത് തലത്തിലും ബ്ലോക്ക് തലത്തിലും ജില്ലാതലത്തിലും നടത്തിയ പരിശോധനയിലൂടെ കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിലെ കൊഴുമൽ ഗവൺമെന്റ് LP സ്കൂളിനും ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ തിരുമേനി SNDP LP സ്കൂളിനുമാണ് പുരസ്കാരം ലഭിച്ചത്. കുഞ്ഞിമംഗലം പഞ്ചായത്തിലെയും പയ്യന്നൂർ ബ്ലോക്കിലെയും ഉൾപ്പെടെ 124ഓളം വിദ്യാലയങ്ങളിലാണ് പരിശോധനയും ഗ്രേഡിംഗും നടത്തിയത്. 10ൽ 10 നേടിയാണ് 2 സ്കൂളുകൾ പുരസ്കാരം നേടിയത്. കണ്ണൂർ സിവിൽ സ്റ്റേഷൻ പരിസരത്തു നടന്ന ചടങ്ങിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ കലക്ടർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. പ്രധാന അധ്യാപകൻ രാജൻ അപ്യാൽ, PM സെബാസ്റ്റ്യൻ എന്നിവരുടെയും PTA അംഗങ്ങളുടെയും കുട്ടികളുടെയും നേതൃത്വത്തിൽ സ്കൂളുകൾ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കുഞ്ഞിമംഗലം ശ്രീ മല്ലിയോട്ട് പാലോട്ടുകാവ് ഈ വർഷത്തെ വിഷുവിളക്ക് മഹോത്സവത്തിന് മുന്നോടിയായി നടക്കുന്ന ചന്തലേല മാർച്ച് 16 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ക്ഷേത്ര പരിസരത്ത് നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരിങ്കളിയാട്ടം നടക്കുന്ന തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ കെട്ടിയാടുന്ന അപൂർവങ്ങളായ തെയ്യങ്ങളിൽ നിന്ന് അനുഗ്രഹം തേടി ദൂരദിക്കുകളിൽ നിന്ന് പോലും കഴകസന്നിധിയിൽ എത്തിച്ചേരുന്നത് 10,000-ങ്ങൾ. വിവിധ നേരങ്ങളിലായി വ്യത്യസ്ത തെയ്യക്കോലങ്ങളാണ് അരങ്ങിലെത്തുന്നത്. എഴുത്ത് രസാനുഭൂതി പകരാനുള്ള ഒരു കലയല്ലെന്ന് പ്രശസ്ത സാഹിത്യകാരൻ അംബികാസുധൻ മാങ്ങാട്. കരിവെള്ളൂർ AV സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിന്റെ വായനായനം പരിപാടിയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരത്ത് നടത്തിവരുന്ന ആശാവർക്കർമാരുടെ അവകാശ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് INTUC-യുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തി. DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് അതിദാരിദ്ര്യമുക്ത ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല പ്രഖ്യാപനം നിർവഹിച്ചു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.